ആ പൂ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വെക്കണം കേട്ടോ. ഞാനെടുത്ത് വെച്ചോളാം. ആ വന്നു പോകുന്നു. വെക്കോ വെക്കോ. കിടത്തി വെക്കാം. അതുപോലെ വിളക്ക് കിടത്തി വെക്കാൻ പറഞ്ഞപ്പോ അങ്ങ് കിടത്തി വെച്ചു. എടാ നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്റെ സ്വാമി, എനിക്ക് അഭിനയം അറിയാൻ പാടില്ല. അപ്പം മണ്ടൻ. പിന്നെ എല്ലാം കയറി അങ്ങ് സമ്മതിച്ചോളൂ. പിന്നെ ബാക്കി എല്ലാം റെഡിയാണല്ലോ? എല്ലാം റെഡിയാണ്. തുളസി റെഡിയാണോ? അവള് റെഡിയാണ്. പക്ഷെ അവളുടെ അപ്പം ചാണ്ട് കല്യാണം നടക്കുന്നു തോന്നണില്ല. എടാ നിന്റെ കാമുകി തുളസിയുടെ കാര്യമാണോ ചോദിച്ചത്? ഇവിടെ പൂജക്കുള്ള തുളസി റെഡിയാണോ? അതൊക്കെ നമുക്ക് റെഡിയാക്കാല്ല. അല്ല, നീ പറഞ്ഞ തുളസി എന്റെ ചേട്ടന്റെ മോള് തുളസി അല്ലല്ലോ അല്ലേ? ഏയ്, അത് KP തുളസി അല്ലേ? ഇത് തുളസി KP. അപ്പൊ കുഴപ്പമില്ല. ഇതിനകത്ത് നിങ്ങൾ ആരാ മണ്ടരുന്ന് നിങ്ങളെ തീരുമാനിക്കാവോ? അത് കൊള്ളാം, അവൻ സമ്മതിച്ചല്ലേ അവനാണ് മണ്ടരുന്നത്. ഞാൻ ഇവിടുന്ന് സമ്മതിക്കൂല. അതെന്തിനാണ്? ഞാൻ അവന്റെ ആശാനല്ലേ. ഇപ്പൊ കറക്റ്റ് ആയല്ലോ. കൊറേ സമയമായി തുടങ്ങും പറഞ്ഞിട്ട് പൈസ കൊടുക്കേണ്ടല്ലേ? ഇത് കഴിയുമ്പം തുടങ്ങാൻ പറയും. മിണ്ടരുത്. എന്നോട് തൊള്ളവർക്കോട്ട് തിരുമേനോട് പറയല്ലേ. എന്തോ ഒരു യക്ഷനെ പിടിച്ച ആൾക്കാരാണെന്ന് അറിയാമോ? ഞാൻ മൈത് ചോദിച്ചോളാം. തിരുമേനി, ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ? അതൊക്കെ തലയിലെടുത്ത് വെക്കുമ്പോ ആലോചിക്കണം. ഏത് ഈ ശല്യം? ഇപ്പൊ വക്കീലിനെ കണ്ട് നോട്ടീസൊക്കെ അയച്ചാലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ ശല്യമല്ല, അവിടെ ഇന്നോട്ടെ. ഞാൻ പറഞ്ഞത് ഈ വീട്ടിലെ പ്രേതശല്യം ഒന്ന് ഒഴിവാക്കി തരാമോ? അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. വന്നിട്ട് ആ ഇരിപ്പ് മാത്രമേ ഉള്ളൂ, ഒന്നും തുടങ്ങിയില്ല എന്നാ അവള് പറയണത്.